അതേസമയം 8 മുതൽ വരുമ്പോഴത്തേക്ക് 8 മുതൽ മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സെക്സ് ഒരു ആസക്തിയാവും. അതുപോലെ തന്നെ മറ്റുള്ളത് കാണാനും അല്ലെങ്കിൽ അരുത് എന്ന് പറയുന്നത് നോക്കാനും വിലക്കുകൾക്കെല്ലാം ഒരു ആസക്തി, അതിനോടൊരു താല്പര്യം ഉണ്ടാകും. കുറച്ച് മുതിർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലഹരി വസ്തുക്കളോടുള്ള, അല്ലെങ്കിൽ നമ്മൾ മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ആസക്തിയാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഈ ആസക്തി ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കുക, നമ്മളെല്ലാ മനുഷ്യരിലും ഒരു പക്ഷേ അത് അന്തർലീനമായിരിക്കുന്ന ഒരു ശക്തിയാണ് ആസക്തി എന്ന് പറയുക. ഇന്ന് വേദപാഠം പഠിക്കാൻ നമ്മളൊരു ആസക്തി വേണം. ഇതിനു വേണ്ടിയാണ് ഈശോയെ ആരാധിക്കാൻ, ഈശോയെ സ്തുതിക്കാൻ, ഈശോ നന്ദി, അതൊരു ആസക്തിയാണ്, അതൊരു ലഹരിയാകണം. ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ ഈശോ എൻ്റെ സ്വന്തമാണെന്ന് പറയാനായിട്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പള്ളിയിലിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ സാധിക്കും ഈശോ എൻ്റെ സ്വന്തമാണ്, ഈശോയെ ഞാൻ ഓർത്ത് അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ ഈശോ ഈ ലോകത്തിലേക്ക് തന്ന ഈ ജീവിതത്തെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് ആത്മാർത്ഥതയോട് പറയാത്തവർക്ക് പറ്റും? ചുരുക്കം പേർക്കേ ഉള്ളൂ. കാരണം നമ്മൾ ആ ഒരു ഇൻറ്റിമസി, ആ ഒരു ബന്ധത്തിലേക്ക് വളരണം. അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. അതിനങ്ങനെ വളർന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിനുള്ള താല്പര്യം വേണം. ഈ ആസക്തിയോടുള്ള അല്ലെങ്കിൽ ലഹരിയോടുള്ള താല്പര്യമല്ല, ഈശോയോടുള്ള താല്പര്യം വേണം. ഈശോയുടെ താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരിലൂടെ, അധ്യാപകരിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ എല്ലാം എന്താണ് എന്നറിയുവാനും ജിജ്ഞാസ. ലോകത്തിൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. നമുക്കറിയാം, അറിവ് അടുത്ത് എന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഈ നമുക്കറിയാം ആണവായുധങ്ങളും അല്ലെങ്കിൽ ആണവായുധങ്ങളെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ഇതുപോലെ തന്നെയാണ് വളരുന്ന കാലഘട്ടത്തിലും പ്രായത്തിലും എല്ലാം തോന്നുന്നൊരു ഫീലിംഗാണ് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ ജിജ്ഞാസയാണ്. ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഏതാണ് ശരി ഏതാണ് തെറ്റ് നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം പാളിപ്പോകുന്ന, മറ്റുള്ളവരുടെ ജീവിതവും പാളിപ്പോകുന്ന അവിടെയാണ്. ചില കാര്യങ്ങളൊക്കെ അരുതുകൾ, വിലക്കുകളാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായത്തിൻ്റേതായ വളർച്ചയിൽ മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കുക, ഇതൊരു ആസക്തിയാണ്, മനുഷ്യനെ പിടികൂടുന്നതാണ്. നമ്മൾ അതിനോട് വിവേകത്തോടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളാണ് നമുക്ക് നൽകുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞ് കേൾക്കാനായിട്ട്, പഠിക്കാനായിട്ട് നമുക്ക് താല്പര്യമൊക്കെ ഉണ്ടോ? ഇത് പഠിക്കണം. എന്താണ് ഈ ലഹരി പദാർത്ഥങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കണം, ഉപയോഗിച്ച്